മഹാനായ നബി തങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, അബൂദറേ സ്വല്ലി റകഅതൈനി ഫീ ദുൽമത്തിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ വതസദ്ദഖ ബിസദഖത്തിൻ അലൽ മിസ്കീനി ലിഹൗലി യൗമിൻ നുശൂർ. ഇതൊരു ആത്മീയ സദസ്സാണ്. നല്ല നല്ല ആത്മീകമായ ചിന്തകൾ നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞാൽ, അത് സ്വീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യം. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവിനോട്, അബൂദറേ സ്വല്ലി റകഅതൈനി ഫീ ദുൽമത്തിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ. അബൂദറേ, ഖബറിന്റെ ഉള്ളിലെ ഇരുട്ട് വരാനുണ്ട്. അല്ലാഹു നമുക്ക് അവിടൊക്കെ വെളിച്ചം നൽകട്ടെ. മരിച്ചു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മളൊക്കെ പോയി കിടക്കൂലേ? ഉറപ്പല്ലേ? ഒരു സംശയമില്ലല്ലോ. മണ്ണ് പോയി കിടക്കും. ഉറപ്പുള്ള വീട് അത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ഇരുട്ടാണ്. സ്വല്ലി റകഅതൈനി ഫീ ദുൽമത്തിൽ ലൈൽ. അബൂദറേ, എല്ലാവരും കിടന്നുറങ്ങുമ്പോ രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ 2 റകഅത്ത് സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കണമേ. ലിദുൽമത്തിൽ ഖുബൂർ. എന്തിനാണെന്നറിയോ? ഖബറിന്റെ ഉള്ളിൽ ഇരുട്ടാണ്. ആ ഇരുട്ടിന് പകരമായി അവിടെ വെളിച്ചം കിട്ടാൻ ദുന്യാവിലെ ഇരുട്ടത്ത് 2 റകഅത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഉറങ്ങുമ്പോൾ സുബഹിന്റെ മുമ്പ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.